പലരും വീമ്പളക്കാറുണ്ട്. കണ്ട് ഞാൻ പറയും, ഞാൻ നോക്കി നിൽക്കില്ല. അതെൻ്റെ പ്രകൃതിയാണ്, എൻ്റെ സ്വഭാവമാണ്. വീമ്പളക്കുന്നതിന് മുമ്പ്, വീരവാദം മുഴക്കുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്കെത്ര ഗുണങ്ങളുണ്ടായി, കോട്ടങ്ങളെത്ര, നേട്ടങ്ങളെത്ര എന്നും ആത്മപരിശോധന നടത്തിയാൽ പലപ്പോഴും മൗനം വലിയ ഔഷധമായിരിക്കും. എല്ലാറ്റിനും പ്രതികരിക്കണമെന്നില്ല. ആ പ്രതികരണം കൊണ്ട് ഗുണമാണോ ദോഷമാണോ, ഇപ്പോഴാണോ പ്രതികരിക്കേണ്ടത് മറ്റൊരു സമയത്താണോ, ഞാനാണോ പ്രതികരിക്കേണ്ടത് മറ്റാരെങ്കിലുമാണോ പ്രതികരിക്കേണ്ടത്? മഹാന ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഖസ്സാലി റളിയല്ലാഹു തആല തങ്ങൾ പഠിപ്പിക്കുന്നത്, ഒരു കാര്യം പറയുമ്പോൾ 8 കാര്യം ആലോചിക്കണം. പറയണോ പറയണ്ടേ, എപ്പോഴാണ് പറയേണ്ടത്, ആരോടാ പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, എവിടെ വെച്ച് തുടങ്ങണം, എവിടെ വെച്ച് അവസാനിപ്പിക്കണം, പറഞ്ഞാലുള്ള ഗുണങ്ങളെന്ത്, ഇങ്ങനെ 8 കാര്യങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രമാണ് പറയേണ്ടത്. പലപ്പോഴും പറയുന്നതിനേക്കാളേറെ മൗനം വലിയ പ്രതിവിധിയായി മാറും, ഔഷധമായി മാറും. ഉദാഹരണത്തിന്, എന്നെ ആരെങ്കിലും മോശമായ വാക്ക് പറഞ്ഞു, ഉടൻ അതേ നാണയത്തിൽ പ്രതികരിക്കുമ്പോൾ വാക്ക് തർക്കങ്ങൾ മൂർജിക്കാനും പലതിലേക്കും എത്താൻ. പക്ഷേ ചിലയിടത്തെൻ്റെ മൗനം അവനെ വല്ലാതെ ചിന്തിപ്പിക്കും.